ദർശൻ എക്സ്പ്രസ് ഇപ്പോഴുള്ളത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ നാട്ടിലാണ്. അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ പാൽപ്പായസമാണല്ലോ. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് ആർക്ക് പാൽപ്പായസമാകുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അമ്പലപ്പുഴയിൽ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിന് മുന്നിലേക്കാണ് വരുന്നത്. നമസ്കാരം. സർക്കാർ മാറണോ വേണ്ടയോ? എന്താ അഭിപ്രായം? മാറണം. എന്തുകൊണ്ട് മാറണം? 10 വർഷമായി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായിട്ട് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ജയിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതാണ്. അരുൺ അനിരുദ്ധൻ. അരുൺ ഇവിടെ ഉണ്ട്. അരുൺ, ഹലോ. ഉഷാറല്ലേ? ഉഷാർ കുറവുണ്ടോ? ഇല്ലല്ലോ, ഒരു കുറവില്ല. ഇരട്ട ഉഷാറാണ്. ഇരട്ട ഡബിൾ ഇഞ്ച് സർക്കാരിനെ പോലുള്ള ഉഷാറാണ്. ഇത്തവണ റിസൾട്ട് വരുമ്പോ പാൽപ്പായസത്തിന്റെ മധുരം ഉണ്ടാവും. തീർച്ചയായിട്ടും അമ്പലപ്പുഴക്കാർക്ക് ഇക്കുറി പാൽപ്പായസത്തിന്റെ മാധുര്യമുള്ള ഒരു റിസൾട്ട് വരും അമ്പലപ്പുഴയിൽ. ഉറപ്പായിട്ടും FCRI വിഷയമൊക്കെ വന്നത് എന്തെങ്കിലും തിരിച്ചടിയാവും? ഒരു തിരിച്ചടിയും ഉണ്ടാകത്തില്ല. അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് NDAക്ക് അനുകൂലമായിട്ട് പാകപ്പെട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒരു ഭാഗത്ത് G സുധാകരൻ, മറുഭാഗത്ത് H സലാം, പിന്നെ അരുൺ അനിരുദ്ധൻ. അല്ല, അത് തന്നെയാണ് BJPയുടെ സാധ്യത കൂട്ടുന്നത്. താങ്കളുടെ 5000 വോട്ട് സുധാകരന് കിട്ടുമെന്നാ പറയുന്നത്. വല്ലാത്തൊരു പറച്ചിലായി പോയി. അല്ല, അത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് G സുധാകരന്റെ വീട്ടിലെ പെട്ടിയിൽ വെച്ചിട്ടൊന്നും അല്ല പൂട്ടിയിരിക്കുന്നത്. അതിന്റെ താക്കോല് ഞങ്ങൾ G സുധാകരന് കൊടുത്തിട്ടുമില്ല. ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി, എങ്ങനെ സ്ഥാനാർത്ഥിയായി. അധികാര മോഹം മൂലം അധികാരം കിട്ടില്ലെന്ന് കണ്ടപ്പോ ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്നും ചാടി സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വം പോലും മറന്നുകൊണ്ട് കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന G സുധാകരന് അമ്പലപ്പുഴയിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസുകാർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ M ലിജുവിന് കിട്ടിയ 52,000-ൽ പരം വോട്ടുണ്ട്. ആ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് G സുധാകരൻ കോൺഗ്രസിന്റെ പാളയത്തിൽ ചേർന്നിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും കാലുവാരി ചരിത്രമുള്ള കോൺഗ്രസുകാരുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇല്ല, മത്സരിക്കുന്ന സുധാകരന് വോട്ട് കിട്ടില്ല. പിന്നെ അതിലുപരി ഇക്കാലം അത്രയും കോൺഗ്രസുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ദ്രോഹിച്ച G സുധാകരന് ആത്മാഭിമാനമുള്ള അമ്പലപ്പുഴയിലെ കോൺഗ്രസുകാരെ വോട്ട് ചെയ്യത്തില്ല. May 4-ാം തീയതി റിസൾട്ട് വരുമ്പോ അത് G സുധാകരൻ മനസ്സിലാവും. ഒരു സംശയം വേണ്ട. പ്രകോപിച്ചിട്ടുണ്ട് BJP-ക്കാരെ. ഇനിയിപ്പോ എന്തായാലും ഒരു വോട്ടും പോകത്തില്ല. ഇത് പ്രകോപനമല്ല, അമ്പലപ്പുഴക്കാരനാണ് ഞാൻ. എന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അമ്പലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്നാണ്. ആര് തമ്മില്? സുധാകരനും അരുൺ അനിരുദ്ധനും. അല്ല, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും ഞങ്ങളെയാണ് ഡീൽ ഉണ്ടെന്ന് പറയുന്നത്. കാരണം ശരിക്കും മത്സരം ഞങ്ങളുമായിട്ടാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒരിക്കലുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ട് ഇക്കുറി. H സലാമിന്റെ പഞ്ചായത്തിൽ 6 വാർഡ് മെമ്പർമാരുണ്ട്. ഇവിടെ SDPIക്ക് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കാലങ്ങളായി പറയുന്നു, ഒരു പതിറ്റാണ്ടായി പറയുന്നു, H സലാം അടക്കമുള്ള ആളുകളുടെ അമ്പലപ്പുഴയിലെ SDPI ബന്ധം. G സുധാകരൻ ഇപ്പോഴല്ലേ പറയുന്നത്. ഇക്കാലം അത്രയും ഇടതുപക്ഷ പാളയത്തിൽ നിന്നപ്പോ ഈ H സലാമിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തുവാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് G സുധാകരനാണ്. എന്താണ് അഭിപ്രായം? മണ്ഡലത്തിൽ ആര് ജയിച്ചു വരണം? അരുൺ ജയിച്ചു വരണം. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് വികസനം വേണം. വികസനം. ഈ ഇട സർക്കാർ വികസനം കൊണ്ട് ജീവിക്കണം. നല്ല റോഡുകൾ വരുന്നു, നല്ല പാലങ്ങൾ വന്നു. പെരുമ്പളം പാലം സൂപ്പറല്ലേ? അതൊന്നുമല്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പഠിച്ചിറങ്ങിയ കുറെ കുട്ടികളുണ്ട്. അവർക്ക് ഒരു സ്വന്തമായിട്ട് തൊഴിൽ വേണം. ആ തൊഴിൽ വേണം. കൂടുതൽ നിയമനം നടത്തുന്നതാണ് പറയുന്നത്. അല്ല, PSC കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നിയമനം നടത്തുന്നത് കേരളത്തിലെ PSC ആണെന്നാണ് സർക്കാർ പറയുന്നത്. പ്രവൃത്തിയിൽ വന്നിട്ടില്ലല്ലോ. വാസ്തവവിരുദ്ധമാണ്. എന്താ അഭിപ്രായം? ആര് താമരയാണ് ഒരു സംശയമില്ല. പക്ഷെ താമര ഇവിടെ ചിഹ്നമുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. എന്താ അഭിപ്രായം? ഞങ്ങൾ ഇത്തവണ ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ പറഞ്ഞുകൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ഓൾറെഡി ഇവിടുത്തെ സ്ഥാനാർത്ഥി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം. G സുധാകരന് വോട്ട് മറിച്ചു കൊടുക്കുക? ഒരിക്കലുമില്ല. അത് G സുധാകരന്റെ വ്യാമോഹം മാത്രം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടും. പുള്ളിയെ മണ്ട പോയത് എങ്ങ് വെച്ചിട്ടാണ് പുള്ളി മത്സരിക്കുന്നത്. എന്താണ് അവസ്ഥ കേരളത്തിൽ? അവസ്ഥ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കാർഷിക മേഖലയിൽ താമസിക്കുന്ന ഒരു ആൾക്കാരാണ്. ഈ ഇവിടെ കാപ്പിത്തോട്ടിലെ മലിനജലം, അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള മലിനജലം കാക്കാടൻ സ്കൂളുണ്ട് ഇവിടെ. ആ സ്കൂളിലൂടെ ചേർന്ന് നമുക്ക് തോട്ടിലൂടെ നേരെ കിഴക്കോട്ട് പോയിട്ട് മുഴുവൻ കർഷകരെയും ഈ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വെള്ളം നെല്ല് നശിച്ചുകൊണ്ടിരിക്കും. അതെ, കർഷകരെ ഈ സർക്കാർ ഗൗനിക്കുന്നില്ല. കർഷക തൊഴിലാളികളുടെ പാർട്ടിയാന്ന് പറഞ്ഞിട്ടും ഇത് നിയന്ത്രിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമായി വിധി എഴുതണം? അത് ഇപ്പൊ ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ ആർക്കാ സാധ്യത? സുധാകരനാണോ, സലാമിനാണോ, അരുണിനാണോ? ഇവിടെ NDAക്കാണ് സാധ്യത. NDA വന്നാൽ കർഷകർ രക്ഷപ്പെടും. കാരണം അതെന്താ, 20 ദിവസമായിട്ട് നെല്ല് കെട്ടിക്കിടക്കുന്നു. നിങ്ങൾ ഈ റിപ്പോർട്ട് ചാനലുമായിട്ട് അവിടെ നിന്ന് നോക്ക്. അപ്പൊ തീർച്ചയായിട്ടും ദിവസമായിട്ട് കിടക്കുന്ന കർഷകനെ സംരക്ഷിക്കുന്നില്ല. എന്താണ് മൊത്തത്തിൽ അമ്പലപ്പുഴയിൽ ഒരു ട്രെൻഡ്? G സുധാകരൻ ജയിക്കും. G സുധാകരൻ ജയിക്കും.
ഉറപ്പാണ്. എന്താ കാര്യം, ഒരു നിഷ്പക്ഷ വോട്ടുകൾ കൂടി കിട്ടുന്നു. സത്യത്തിൽ തന്നെ നല്ല മനുഷ്യൻ. അപ്പൊ അതിനൊരു അമ്പലപ്പുഴയിലെ ജനങ്ങൾ വോട്ട് കൊടുക്കും. ഈ BJP വോട്ട് പുള്ളിക്ക് കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ? പുള്ളിയുടെ വിശ്വാസമായിരിക്കും. വിശ്വാസമായിരിക്കും. എന്താ നമസ്കാരം. എന്താണ് മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ്? നിലപാടുള്ള പാർട്ടി ജയിക്കും. നിലപാട് ഏത് പാർട്ടിക്കാ ഉള്ളത്? LDF തുടരണം എന്നാണോ? ഉറപ്പാണോ? എന്താ അഭിപ്രായം? ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് അമ്പലപ്പുഴ ജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന കേരളത്തിന്റെ വികസനം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വർഗീയ കലാപമില്ല, പവർ കട്ടില്ല, സ്കൂള് നല്ല രീതിയിൽ പോകുന്നു, കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, ആരോഗ്യ മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, വികസനം ഉത്തരവിൽ നടക്കും. ഇല്ല, നടക്കൂല. ഇവർ 600 രൂപ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 18 മാസം പെൻഷൻ കൊടുക്കാത്തവരാ. ഇപ്പൊ അവർ 3000 കൊടുക്കുന്നവർ. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളുടെ കരുത്തരായ സുധാകരൻ സാറാണ് അപ്പുറത്ത്. കരുത്തരായ സുധാകരൻ സാറ് ഞങ്ങളെ കുറെ നാള് കൊണ്ടു നടന്ന് ഞങ്ങളും സുധാകരൻ സാറിന് വേണ്ടി വർക്ക് ചെയ്തതാ. പക്ഷെ ഇങ്ങനത്തെ ഒരു വർഗവഞ്ചകനായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അതാണ് പ്രതികരണം. താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു ട്രെൻഡ് കേരളത്തിൽ? BJPക്ക് കുറച്ചൊരു പോസിറ്റീവ് എനർജി സ്ഥലമാണ്. സുധാകരനാണ് സ്ഥലമാണെങ്കിൽ അമ്പലപ്പുഴ പരസ്പര പൂർവ്വങ്ങളാണ്. പക്ഷേ സുധാകരന് 5000 വോട്ട് നിങ്ങളുടെ കക്ഷത്തിൽ നിന്ന് കിട്ടുമെന്നാ പറയുന്നത്. അത് പുള്ളി അടിച്ചത് തള്ളിയതല്ലേ? നട്ടമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഈ സുധാകരൻ ചെയ്ത വലിയൊരു പാതമുണ്ട് അമ്പലപ്പുഴയോട്. അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പൈതൃകമായിട്ടുള്ള പുത്തോംകുളം, ആ പുത്തോംകുളം നികത്തി പൈതൃകമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പുത്തോംകുളം ഗവൺമെന്റ് കോളേജ് വെച്ച്. അപ്പൊ അമ്പലപ്പുഴ ക്ഷേത്ര വിശ്വാസികൾ ശരിക്കും ബാധിക്കുന്ന വിഷയമാണ് അത്. പക്ഷേ വന്നത് ഒരു കോളേജല്ലേ? കോളേജായിട്ട് ഇപ്പൊ പഠിക്കാൻ പിള്ളേരില്ല, പഠിക്കാൻ വിദ്യാർത്ഥികളില്ല. അതുപോലെ വേറെ കാര്യം കൂടെ, കാക്കാഴം കാപ്പിത്തോട് സുധാകരൻ സാറും അതുപോലെ തന്നെ സലാമും നിരവധി വാഗ്ദാനങ്ങൾ നൽകിയതാ. 5 കോടി സലാം മുടക്കാന്ന് പറഞ്ഞ കാപ്പിത്തോട്. ഞങ്ങളൊക്കെ അതിന്റെ പരിസരത്ത് താമസിക്കുന്നതൊക്കെ ഇപ്പോഴും ദുർഗന്ധം കൊണ്ട് കാക്കാട് നിവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാൻസർ പേഷ്യന്റുകൾ പെരുകിക്കൊണ്ടിരിക്കുകയോ. ഇതിനൊക്കെ ഇവർ ഉത്തരം പറയണം. നമ്മുടെ ഈ ഫ്രണ്ട് കുളിച്ചിട്ടിരിക്കുന്നുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതാരാ കുളിച്ചിട്ടേക്കുന്നത്? മുനിസിപ്പാലിറ്റിയാണോ അതോ റോഡ്? വാട്ടർ അതോറിറ്റി. വാട്ടർ അതോറിറ്റി ഇല്ല, ഇത്രയും നാളായിട്ട് ഇതാക്കിയിട്ടില്ല. 2 മാസത്തിനടുത്തായി. ഓക്കെ, അപ്പൊ ഇതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കുമോ? ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വളരെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ ചൂട്? അമ്പലപ്പുഴയില് 3 മുന്നണികളാണ് മത്സരരംഗത്തുള്ളത്. സ്ട്രോങ് ആണോ? 3 സ്ട്രോങ് തന്നെയാണ്. ഈ G സുധാകരന് 5000 വോട്ട് BJP കിട്ടുമെന്നൊക്കെ പറഞ്ഞു കുഴപ്പത്തില്ല. എങ്ങനെ കിട്ടാനാ സാറേ? ഒരെണ്ണം കിട്ടത്തില്ല. BJPയുടെ വോട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇല്ല. എന്താ ചേട്ടാ അഭിപ്രായം നമ്മുടെ അമ്പലപ്പുഴയിൽ മൊത്തത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ? ഇവിടെ സുധാകരൻ സാർ ജയിക്കും. സുധാകരൻ സാർ ജയിക്കും. ഒരു നിഷ്പക്ഷ വോട്ട് കിട്ടും അല്ലേ? സർക്കാർ തുടരണോ മാറണം? എന്തിനാ മാറുന്നു? നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം. അപ്പൊ ഈ മോശമായിരുന്നു 10 വർഷം. പിന്നെ സംശയം ഉദാഹരണത്തിന് എന്തിനൊക്കെ വിലയില്ലാത്ത എന്തോ സാധനത്തിന് വില കൂടി. വിലക്കയറ്റം ഒരു പ്രധാന വിഷയമാണ്. അതാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട എന്താ പറയാ അവസ്ഥ? G സുധാകരൻ ജയിക്കും. സർക്കാർ മാറണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ശക്തമായ ഒരു ടൈ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം 2023 ലോക്സഭ ഇലക്ഷന്റെ ആ സാഹചര്യത്തിൽ പറയുവാണെങ്കിൽ ചിലപ്പോൾ UDF ചിലപ്പോൾ തൂത്തുവാരി പിടിച്ചേക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ അങ്ങനെ പറ്റത്തില്ല. വികസനം ഇടത് സർക്കാർ കൊണ്ടുവന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? കഴിഞ്ഞ ആദ്യ ഭരണത്തിൽ അത്യാവശ്യം നല്ലപോലെ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോഴത്തെ ഭരണത്തിൽ അത്യാവശ്യം അത്ര പോരാ. എന്താ അഭിപ്രായം? സാർ ജയിക്കും, സുധാകരൻ സാർ ജയിക്കുമെന്ന് തന്നെയാണ്. സുധാകരൻ സാർ ജയിക്കാനാണ് സാധ്യത. ഒരു സാധ്യതയില്ല. എന്താ ചേച്ചി മൊത്തത്തിലുള്ള അവസ്ഥ? മൊത്തത്തിലുള്ള അവസ്ഥ LDF തുടരണം എന്ന് തന്നെയാണ്. എന്താ കാര്യം? അത് LDFന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട് നാട്ടില്. പിന്നെയും തുടർ വികസനം, സ്ത്രീകൾക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുള്ള കാര്യത്തിൽ ചേച്ചി KSRTCക്ക് ഫ്രീ ആയിട്ട് യാത്ര തരാമെന്ന് UDF പറയുന്നു. ഇല്ല, നടക്കത്തില്ല. അത് നടക്കത്തില്ല. കാരണം ഇവിടെ നടക്കൂല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് KSRTC തകർന്നു പോകും. തീർച്ചയായിട്ടും പ്രായോഗികമാക്കാൻ പറ്റുന്നതല്ല. അല്ല. ആര്യാടൻ മുഹമ്മദ് 2015 പറഞ്ഞത് KSRTC തനിയെ ഇടിച്ചു നിൽക്കാൻ പോണെന്ന് പറഞ്ഞാ ഇപ്പൊ സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പോലെ 2-3 ബസ്സുകൾ മാത്രം അതിനുവേണ്ടി മാത്രമേ ഇടുക. അത്രേ ഉള്ളൂ. അതെയല്ല, അത് പൂർണ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ KSRTC 3000 രൂപ പെൻഷൻ UDF വന്നാൽ ആദ്യ മാസം കൊടുക്കത്തില്ല. വെറുതെയാണ്. വിശ്വസിക്കുന്നില്ല? ഇല്ല, ഒട്ടും വിശ്വസിക്കുന്നില്ല. അവർ ചെയ്യത്തില്ല. അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവർ ശ്രമിക്കുന്നത്, അല്ലാതെ കൊടുക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള പല അവസരങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ ഞങ്ങൾ വന്നാൽ ശക്തമാക്കും. ഈവൻ സ്ത്രീ മുഖ്യമന്ത്രി വന്നാൽ തന്നെ കൊള്ളാമെന്നാണ്. ചെയ്യത്തില്ല. അതൊക്കെ വാഗ്ദാനങ്ങളല്ലേ. വാഗ്ദാനങ്ങൾ എന്ത് വേണേലും നമുക്ക് വർത്തമാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പ്രവൃത്തിയിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഇടത് സർക്കാർ തന്നെ തുടരണം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്പലപ്പുഴയുടെ മണ്ണ് ചോന്ന് തന്നെയാണ്. 4 നൂറ്റാണ്ട് കാലം അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. അത് സുഗതനിലാണെങ്കിലും ശരി, അത്
ജി സുധാകരനാണെങ്കിലും ശരി, എച്ച് സലാമിലൂടെ ആണെങ്കിലും ശരി, ഇക്കുറി ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കുന്നത്. അതും കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി വിട്ട് UDF ക്യാമ്പിലെത്തി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ അമ്പലപ്പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അമ്പലപ്പുഴയുടെ പാൽപ്പായസത്തിൻ്റെ മാധുര്യവും ഒപ്പം തന്നെ കലാകാരന്മാരുടെ ഒക്കെ സാന്നിധ്യവും അമ്പലപ്പുഴ മണ്ണിനുണ്ട്. അപ്പോൾ വിശ്വാസം, കല, സാഹിത്യം, ഒപ്പം പോരാട്ടം, വിപ്ലവം, ഇതെല്ലാം അമ്പലപ്പുഴയ്ക്ക് പരിചിതമാണ്. അമ്പലപ്പുഴയുടെ മനസ്സെന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. കനത്ത പോരാട്ടമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. അടിയൊഴുക്കുകൾ എന്തുണ്ടാകും എന്നുള്ളതും 4-ാം തീയതി നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അമ്പലപ്പുഴയിലെ പൽപ്പായസത്തിന് മധുരമാണ്, തിരഞ്ഞെടുപ്പിന്റെ ഫലം ആർക്ക് മധുരിക്കുമെന്നറിയാൻ 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. അമ്പലപ്പുഴയിൽ നിന്നും ഇലക്ഷൻ എക്സ്പ്രസ് യാത്ര തുടരുന്നു.